നമസ്കാരം. സിനിമ ടൈംസ് ഒഫീഷ്യൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വീഡിയോയും നിങ്ങൾക്കൊരു സിനിമ പോലെ കണ്ടു ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ചാനൽ. നമ്മളെല്ലാവരും സിനിമകളെയും വിനോദങ്ങളെയും സ്നേഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാമറയുടെയും ചലച്ചിത്രങ്ങളുടെയും മറവിൽ വളർന്നു വന്ന വളരെ ഇരുണ്ട ഒരു ലോകത്തെക്കുറിച്ചാണ്. അശ്ലീല വീഡിയോകളുടെ അഥവാ പോൺ മൂവീസിന്റെ യഥാർത്ഥ തുടക്കം എവിടെ നിന്നായിരുന്നു? ഇന്നത് മനുഷ്യരിലും പ്രത്യേകിച്ച് യുവതലമുറയിലും ഉണ്ടാക്കുന്ന വലിയ അപകടങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ചലച്ചിത്രങ്ങൾ അഥവാ സിനിമകൾ ജനിച്ച അതേ കാലത്ത് തന്നെ അശ്ലീല വീഡിയോകളും ജനിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 1890കളിൽ സിനിമ എന്നൊരു പുതിയ മാധ്യമം ലോകത്തിന് മുന്നിലേക്ക് വന്നപ്പോൾ അതിലേക്ക് ആളുകളെ ഏറ്റവും വേഗം ആകർഷിക്കാനായി ലൈംഗികതയെ ഒരു കച്ചവട വസ്തുവായി ചിലർ ഉപയോഗിക്കാൻ തുടങ്ങി. ഫ്രാൻസിൽ നിന്നാണ് ഇതിന്റെ പ്രധാന ഉത്ഭവം എന്ന് ചരിത്രം പറയുന്നു. 1896 പുറത്തിറങ്ങിയ ലെ കുഷേ ദെ ലാ മറിയേ, ദ ബ്രൈഡ്സ് ബെഡ് ടൈം എന്ന ഫ്രഞ്ച് ഹ്രസ്വചിത്രമാണ് ഇതിന്റെ ഒരു തുടക്കമായി പലരും കണക്കാക്കുന്നത്. തുടക്കത്തിൽ സമൂഹത്തിൽ ഇത് പരസ്യമായിരുന്നില്ല. വേശ്യാലയങ്ങളിലും സമ്പന്നരുടെ രഹസ്യ ക്ലബ്ബുകളിലും പുരുഷന്മാരെ രസിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് ഇത്തരം വീഡിയോകൾ രഹസ്യമായി നിർമ്മിച്ച് പ്രദർശിപ്പിച്ചിരുന്നത്. അതൊരു വലിയ പണസമ്പാദന മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പിന്നീട് അത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം ഒരു ഭീമൻ വ്യവസായമായി മാറി. 1970കളിലെ VCR കാസറ്റുകളിൽ തുടങ്ങി ഇന്നത്തെ ഇന്റർനെറ്റിലും സ്മാർട്ട് ഫോണുകളിലും വരെ എത്തി നിൽക്കുന്ന കോടിക്കണക്കിന് ഡോളർ സാമ്രാജ്യമായി അത് മാറിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. ഇന്ന് ഇന്റർനെറ്റിൽ കാണുന്ന പല ഇന്ത്യൻ അശ്ലീല വീഡിയോകളും അതിൽ ഉൾപ്പെട്ട ആളുകളുടെ സമ്മതത്തോടെയോ അറിവോടെയോ ചിത്രീകരിച്ചവയല്ല. ഹോട്ടൽ മുറികളിലും വസ്ത്രം മാറുന്ന ഇടങ്ങളിലും എന്തിന് സ്വന്തം വീടുകളിലെ ശുചിമുറികളിൽ പോലും ഒളിപ്പിച്ചു വെക്കുന്ന ഹിഡൻ ക്യാമറകൾ വഴി പകർത്തിയവയാണ് പലതും. കൂടാതെ മുൻകാല ബന്ധങ്ങളിലെ പക തീർക്കാൻ വേണ്ടി രഹസ്യമായി പ്രചരിപ്പിക്കപ്പെടുന്നവയും ഇതിലുണ്ട്. താൻ പോലും അറിയാതെ തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ ലോകം മുഴുവൻ ആഘോഷിക്കുന്നു എന്നറിയുമ്പോൾ പലരും ആത്മഹത്യയിൽ വരെ അഭയം പ്രാപിക്കുന്നു. അത്രത്തോളം ഭീകരമാണ് ഈ അവസ്ഥ. ഇത് കാണുന്നവരിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ വളരെ വലുതാണ്. ഒന്നാമതായി ഇത് തലച്ചോറിനെ ബാധിക്കുന്നു. ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ തലച്ചോറിൽ അമിതമായ അളവിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നീട് ഇതൊരു കടുത്ത ലഹരിയായി മാറുന്നു. രണ്ടാമതായി കണ്ടുവരുന്നത് മാനസിക പ്രശ്നങ്ങളാണ്. സ്ഥിരമായി ഇത് കാണുന്നവരിൽ വിഷാദരോഗം, ഉത്കണ്ഠ, പെട്ടെന്നുള്ള ദേഷ്യം എന്നിവ കണ്ടുവരുന്നു. മൂന്നാമതായി ബന്ധങ്ങളുടെ തകർച്ച എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളിൽ ഇവർക്ക് താല്പര്യം കുറയുന്നു. വീഡിയോകളിൽ കാണുന്ന തീർത്തും കൃത്രിമമായ കാര്യങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുകയും കുടുംബജീവിതം തകരുകയും ചെയ്യുന്നു. നാലാമതായി ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നു എന്നതാണ്. യുവതീ യുവാക്കളുടെ ഏറ്റവും വിലപ്പെട്ട സമയവും ഊർജവും ഇതിലൂടെ നഷ്ടപ്പെടുന്നു. ഇതൊരു വലിയ അഡിക്ഷൻ ആണെങ്കിലും ഇതിൽ നിന്ന് തീർച്ചയായും പുറത്തു കടക്കാൻ സാധിക്കും. 1. തിരിച്ചറിയുക. ഇതൊരു അഡിക്ഷൻ ആണെന്ന് ആദ്യം സ്വയം അംഗീകരിക്കുക. 2. ട്രിഗറുകൾ ഒഴിവാക്കുക. എപ്പോഴാണോ ഇത്തരം വീഡിയോകൾ കാണാൻ തോന്നുന്നത് ആ സാഹചര്യങ്ങളെ ബോധപൂർവം ഒഴിവാക്കുക. ഫോണിലും കമ്പ്യൂട്ടറിലും പോൺ ബ്ലോക്കർ ആപ്പുകൾ ഉപയോഗിക്കുക. 3. ശ്രദ്ധ തിരിക്കുക. നിങ്ങളുടെ ഊർജം മറ്റ് നല്ല കാര്യങ്ങളിലേക്ക് മാറ്റുക. മുറിയിൽ വെറുതെ ഇരിക്കാതെ എല്ലാ ദിവസവും കൃത്യമായൊരു ചിട്ടയോടെ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുകയോ ബൈക്കെടുത്ത് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുകയോ ഒക്കെയാവാം. മനസ്സിന് സന്തോഷം നൽകുന്ന എന്ത് കാര്യത്തിലും ഏർപ്പെടാം. 4. സഹായം തേടുക. സ്വന്തമായി ശ്രമിച്ചിട്ടും മാറാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറുടെ സഹായം തേടാൻ ഒരിക്കലും മടിക്കരുത്. അശ്ലീല വീഡിയോകൾ എന്ന ഈ നിശബ്ദ വിപത്തിൽ നിന്നും നമ്മുടെ യുവതലമുറയെ നമ്മൾ തന്നെ ബോധവൽക്കരിച്ച് രക്ഷിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ഇൻഫോർമേറ്റീവായ എന്നാൽ സിനിമ പോലെ കണ്ടിരിക്കാൻ കഴിയുന്ന വീഡിയോകൾക്കായി സിനിമ ടൈംസ് ഒഫീഷ്യൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.